ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ലേ സാധാരണയായിട്ട്, അതുപോലെ തന്നെ ശ്രീലങ്കക്കാർക്കും ചമ്മന്തിയൊക്കെ ഉണ്ട്. അത് അവർക്ക് ചോറിൻ്റെ കൂടെ ഒരു വലിയൊരു ഡെലിക്കസിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രിങ് ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം മാതിരി ശ്രീലങ്കക്കാർക്കും ഉണ്ട്, അതിൻ്റെ കൂടെയും കഴിക്കാറുണ്ട് ഈ ചമ്മന്തി. അപ്പോൾ അതിന് അവർ പറയുന്നത് സംബോൾ എന്നാണ്. സംബാൽ അങ്ങനെയൊക്കെ പല പേരിലും പ്രൊനൗൺസിയേഷൻ ഇസ് ഡിഫറെൻറ്റ്. സംബാൽ ആൻഡ് സംബോൾ അങ്ങനെ പറയും. അത് ഭയങ്കര സിമ്പിളാണ്. അത് ഉണക്കമീനും കൂടി ചേർത്തും ചെയ്യാം, വിത്തൗട്ട് ഉണക്കമീനും ചെയ്യാം, രണ്ട് രീതിയിലും ചെയ്യാം. പ്യുവർ വെജായിട്ടും ചെയ്യാം. അപ്പോൾ തേങ്ങ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ അകത്ത്. നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഏകദേശമൊക്കെ. പിന്നെ എന്താ പറയുക, കൊച്ചുള്ളി ഉണ്ടാകും, പിന്നെ മുളക് തരി, മുളക് പൊടി, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഉപ്പ്. ഉണക്കമീനും കൂടി ചേർക്കുകയാണെങ്കിൽ അത് വേറൊരു സ്റ്റൈലിൽ നല്ലതാണ്. അത് ആ രീതിയിലും ചെയ്യും. ഞാനിപ്പോൾ എന്തായാലും ഒരു സംബാലാണ് ഉണ്ടാക്കുന്നത്. സംബാലിന് ഇവിടെ ഒരു ഏകദേശം ഒരു 1.5 കപ്പോളം തേങ്ങ ചിരകിയത് റെഡിയാണ്. ഉണക്കമീൻ ഒരു 3 ഉണക്കമീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്തുള്ള ഒരു മുള്ളു മാറ്റിയിട്ട് പീസസ് എടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മുളകിൻ്റെ തരി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി, നാരങ്ങ, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. ഈ ഒരു എന്താ പറയുക, ഇടികല്ലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ലതായിട്ട് രസമായിട്ടിരിക്കും. ഇടിച്ചെല്ലാം കൂടി ഒരു പേസ്റ്റ് എന്ന് പറയുന്നില്ല, തരിതരിപ്പായിട്ടൊരു ചമ്മന്തി മാതിരി എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഞാനിപ്പോൾ ഇടികല്ലിലല്ല ചെയ്യുന്നത്, മിക്സിയുടെ ബൗളിൽ വെച്ചിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രീലങ്കൻ സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരകിയത് 1.5 കപ്പ്, കൊച്ചുള്ളി 4-5 എണ്ണം എടുക്കാം, മുളക് തരി അഥവാ ചില്ലി ഫ്ലേക്സ് 1.5 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, ഉണക്കമീൻ വറുത്തെടുത്തത് അതിനുള്ളിലെ മുള്ളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ പീസസ് മാത്രമായിട്ട് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. നാരങ്ങ നീര് 1/2 നാരങ്ങയുടേത് പിഴിഞ്ഞെടുക്കുക, ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. ഉപ്പ് ആവശ്യത്തിന്. നമ്മുടെ ശ്രീലങ്കൻ സംബാൽ അഥവാ ശ്രീലങ്കൻ ചമ്മന്തി ഉണ്ടാക്കി തുടങ്ങാം. മിക്സിയുടെ ബൗളിലേക്ക് ഇതിപ്പോൾ 1.5 കപ്പോളം തേങ്ങ ചിരകിയതുണ്ട്, അത് ചേർക്കാം. നല്ല പച്ച തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഒരു 5 കൊച്ചുള്ളി എടുക്കുന്നു. പിന്നെന്താ, ഇതിനകത്തൊരു 1 ടീസ്പൂണും 1.5 ടീസ്പൂൺ മുളകിൻ്റെ തരി, വറ്റൽ മുളകിൻ്റെ തരി. പിന്നെന്താ പറയേണ്ടത്, ഇത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് വേണം, അതേസമയം ഉണക്കമീനും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമീൻ ഇപ്പോൾ ഒരു 3 എണ്ണമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തുനിന്ന് അതിൻ്റെ അകത്തുള്ള എൻ്റെ മുള്ള് മാറ്റിയിട്ട് നമുക്ക് ചേർക്കാം. ചെറിയ മീനാണ്, ചെറിയ 3 മീൻ. അപ്പോൾ ഇത് നവരക്കുട്ടി, നമ്മുടെ നവരയുടെ ചെറുതാണ്, ഒരു ലൈറ്റ് പിങ്ക് കളറിലെ മീനില്ലേ. പക്ഷേ ഇത് പല സ്ഥലത്തും പല പേരായിരിക്കാം. ട്രിവാൻഡ്രം സൈഡിലെ പേരാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ മീൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണക്കമീൻ ഏതായാലും കുഴപ്പമില്ല. ആ ഉണക്കമീൻ്റെ ഒരു ഫ്ലേവർ കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് അതിൻ്റെ അകത്തുള്ള മുള്ളൊക്കെ മാറ്റി, ഇത് ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂൺ അകത്ത് വരും. അതും കൂടി ചേർത്തു. ഇനി ഉപ്പും കൂടി ചേർക്കണം. ഇപ്പം നമ്മൾ ഒരു അല്പം ഉപ്പ് ചേർത്താൽ മതി, ഉണക്കമീൻ്റെ ഉപ്പും കൂടി ഉണ്ടാവുമല്ലോ, അതും കൂടി മിക്സായിട്ട് വരും. ഇനി ഇതിലേക്ക് കുറച്ചുപ്പ്, ഇപ്പം കൂടുതൽ വേണ്ട, വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാമല്ലോ. പിന്നെ എന്താ വേണ്ടത്, നാരങ്ങ നീര്. ഇപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ പകുതി, അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട്. അപ്പോൾ നാരങ്ങയുടെ നീരാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പുളിയാണ് ഉപയോഗിക്കുന്നത്, അത്രയുള്ള വ്യത്യാസം. പുളിയും വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പുളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഉണക്കമീൻ ചമ്മന്തിയായിട്ട് മാറും, കറക്റ്റ് പറഞ്ഞാൽ. നാരങ്ങ നീരും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ, ഇതിപ്പോൾ മിക്സിയിലാണ് ചെയ്യുന്നത്, അവരിങ്ങനെ ഇടികല്ലിലൊക്കെ വെച്ച് ഇടിച്ചൊക്കെ എടുക്കും. ഓക്കെ, ഇതൊന്ന് ചതച്ച് ഒരു ചമ്മന്തി പാകത്തിന് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ് അത് ചതച്ചിട്ട് വന്നത്. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ രീതി ചെയ്യാം. അപ്പോൾ എരിവ് ഇതൊരു മോഡറേറ്റ് ആണ്. ഇച്ചിരി കൂടെ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ മുളകിൻ്റെ തരിയോ കൂടുതലാക്കാം. ഉണക്കം മീൻ്റെ അളവും കൂട്ടാൻ വേണമെങ്കിൽ. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പോൾ ആദ്യം ആ ഉണക്കമീനും ഉള്ളിയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടൊന്ന് ചതയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മാഷായി കഴിഞ്ഞിട്ട് ബാക്കി തേങ്ങയും കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഉണക്കമീൻ ഒരു പക്ഷേ കുറച്ച് അരയാൻ ബാക്കിയുണ്ടെങ്കിലോ ആ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. ഓവറായിട്ട് അരച്ചാൽ ഇതങ്ങ് പേസ്റ്റായി പോകും, അത് പാടില്ല. ഇതിങ്ങനെ ഒരു തോരൻ മാതിരി ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ശ്രീലങ്കക്കാർക്ക് ഈ ഒരു സംബാൽ എന്ന് പറയുന്ന അവരുടെ ഒരു വലിയൊരു ഡെലിക്കസിയാണ്. ചോറിൻ്റെ കൂടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ചോറ് പിന്നെ ഇടിയപ്പം ഇതിൻ്റെ എല്ലാം കൂടി കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു ചെമ്മീൻ ചമ്മന്തിയൊക്കെ ചെയ്യുന്ന പോലെ എന്ന് വിചാരിക്കാം, സംതിങ് സിമിലർ.
അങ്ങനെ സ്വാദിഷ്ടമായ ശ്രീലങ്കൻ സംബോൾ ഇസ് റെഡി. സംബോൾ ഓക്കെ, അടിപൊളി കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ സെയിം ചമ്മന്തിയുടെ അതേ ഫോർമാറ്റാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും നമുക്കുള്ളൊരു ശ്രീലങ്കൻ വിഭവം ഉണ്ടാക്കിയെന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.